ഗൈസ് എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ അനാലിസിസ് വീഡിയോ ആണ്. ഓക്കെ, കാരണം മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതായത് ഞാൻ എന്റെ അനാലിസിസ് പറയാം, നമ്മൾ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇവിടുന്ന് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകുകയെന്ന്. കാരണം ഇവിടെ പ്രീവിയസ് സപ്പോർട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷെ എന്നാൽ കൂടി മാർക്കറ്റ് ഒരു ഹ്യൂജ്, അതായത് ബിഗ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് പിന്നെ ഇത് റിക്കവർ ചെയ്യാൻ പറ്റാണ്ട് മാർക്കറ്റ് സൈഡ് വൈസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിപ്പോ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ഈ ഒരു ചാർട്ട് കാണുന്നത്. ഓക്കെ, മാർക്കറ്റ് ഫുൾ ആയിട്ട് ഒരു സൈഡ് വൈസ് ആയി പോവുകയാണ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് ഒരു സോൺ മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇന്നത്തെ ഹൈയും ഇന്നത്തെ ലോയും നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഹൈയും ഇന്നത്തെ ലോയും മാർക്ക് ചെയ്യണം. നിങ്ങൾ ഇത് മാർക്ക് ചെയ്ത് വെക്കേണ്ട നിർബന്ധമാണ്. കാരണം ഇതിന്റെ ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്ത്, അതായത് നാളെ മാർക്കറ്റ്, നാളെയോ മിക്കവാറും നാളെ തന്നെ ഈ ഒരു മാർക്കറ്റ് ഇതൊരു ബ്രേക്ക് ഔട്ട് തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ താഴോട്ടോ ഇല്ലെങ്കിൽ സൈഡോട്ടോ. കാരണം എല്ലാ ഫ്രൈഡേ എന്നുള്ളത്, ഒട്ടുമിക്ക എല്ലാ ഫ്രൈഡേ നിങ്ങൾ മാർക്കറ്റ് അനലൈസ് നോക്കി ചെയ്താൽ കാണാൻ പറ്റും ഒരു വൺ സൈഡ് മൂവ് ആണ് കൂടുതലും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഓൾറെഡി ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വന്നേ പറ്റും. എന്നിട്ട് വേണം മാർക്കറ്റ് തീരുമാനിക്കാൻ ഡൗൺ ആവണോ അതോ അപ്പ് കണ്ടിന്യൂ ചെയ്യണോ എന്ന്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ പ്രീവിയസ് നിങ്ങൾ ഏത് ചാർട്ട് എടുത്ത് നോക്കിയാലും മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എന്തായാലും ഈ ഒരു ലെവൽ വരെ വരും. പക്ഷെ ഈ ഒരു ലെവൽ വരെ വരുന്ന ടൈമിൽ ഇവിടെ നമ്മൾ ഒരുപാട് മാർക്കറ്റ് ട്രാപ്പ് ആക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രം കോൾ സൈഡിലോട്ട് ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് 24,163. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും വരെ നിങ്ങൾക്ക് ടാർഗറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും 100 പോയിന്റ് പോയാൽ 1:5 ടാർഗറ്റ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പം അതെന്തായാലും എടുക്കാനുള്ള ഒരു പെർഫെക്റ്റ് ട്രേഡ് ആണ്. നാളെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. ഇതൊക്കെ എന്തായാലും ഞാൻ ഈ ഒരു സോണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം നാളെ എന്തായാലും. പക്ഷെ ഞാനൊരു 100% ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇനി മേലോട്ട് പോകും. ഓക്കെ, മേലോട്ടും ഇല്ല താഴോട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രോങ് സൈഡ് വൈസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സൈഡ് വൈസ് ആകണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. സൈഡ് വൈസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കണം. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നോക്കും ഇന്ന് ഒരു തരത്തിലുള്ള ട്രേഡും ഉണ്ടായിട്ടില്ല. അതാണ് ഇന്ന് ഞാൻ ട്രേഡ് എടുക്കാനിരുന്നു. ഓക്കെ, 5 മിനിറ്റിലോട്ട് മാറി കഴിഞ്ഞാൽ 5 മിനിറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറച്ച് നമുക്കൊരു ബുള്ളിഷ് സിഗ്നൽ ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോകുന്നുള്ളൊരു സിഗ്നൽ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സ്കാൽപ്പിംഗ് ആണ്, ഇവിടെയൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്കൊരു ട്രേഡ് പോലും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യാറ്. ഓക്കെ, ബെസ്റ്റ് നമുക്ക് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ബെസ്റ്റ് ടൈം ഫ്രെയിം ആണ് 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. ഇനി നമുക്ക് നേരെ ഇന്നത്തെ PCR റേഷ്യോ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ്, അതായത് ഇന്ന് മാർക്കറ്റ് തുടങ്ങുമ്പോൾ മാർക്കറ്റിലെ PCR റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0.3 ആയിരുന്നു. ഓക്കെ, 0.3 ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് 247 പോയിന്റിൽ മൈനസിൽ എൻഡ് ആയപ്പോൾ ഇന്നത്തെ PCR റേഷ്യോ എന്ന് പറയുന്നത് 0.61 ആണ്. ഓക്കെ, 0.61 ആണ്. 0.61 മാർക്കറ്റില് നല്ലൊരു, പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ലൊരു ബോട്ടം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 0.3 വരെയാണ് PCR റേഷ്യോ വന്നത്. എക്സ്ട്രീം ബിയറിഷിലാണ് വന്നത്. ഇനിയിപ്പോ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് മാർക്കറ്റിൽ എന്തായാലും തിരിച്ച് കയറിയേ പറ്റും. ഓക്കെ, അത് നാളെ തന്നെ കയറണം എന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷെ നാളെ എന്ന് വെച്ചാൽ എന്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഒട്ടുമിക്ക എല്ലാ ഫ്രൈഡേയിലും നല്ലൊരു വൺ സൈഡ് മൂവ് തന്നിട്ടുണ്ട്. കാരണം ഞാനൊരു ഫ്രൈഡേ നിങ്ങൾക്ക് കൂടെ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് ഫ്രൈഡേയിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്ക്, അതായത് 13 ഉണ്ട്. അതായത് 13 മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. ഓക്കെ, നിങ്ങളെ കാണാൻ പറ്റും 13 മാർക്കറ്റ് നല്ല രീതിയിൽ വൺ സൈഡ് മൂവ് വന്നു, പിന്നെയാണ് തിരിച്ചു കയറിപ്പോയത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നല്ല രീതിയിൽ ഡൗൺ വന്നു. ഇനി നമുക്ക് 3-ാം തീയതി നോക്കാം. 3-ാം തീയതി അല്ല, 6-ാം തീയതി നോക്കാം. 6-ാം തീയതി എങ്ങനെയാണ് മാർക്കറ്റ് സംഭവിച്ചത്. ഓക്കെ, 6-ാം തീയതി മാർക്കറ്റ് ഫുൾ ഒരു സൈഡ് വൈസ് ആയിരുന്നു തന്നത്. ഓക്കെ, 29 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത് 29. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ ലാസ്റ്റ് മന്ത് 29 ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്കറ്റ്
ഒരു വൺ സൈഡ് മൂവ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഒട്ടുമിക്ക എല്ലാ ഫ്രൈഡേയിലും, അതായത് എല്ലാ ദിവസവും ഞാൻ ഉറപ്പിച്ച് പറയില്ല, ഒട്ടുമിക്ക എല്ലാ ഫ്രൈഡേയിലും ഒരു വൺ സൈഡ് മൂവ് ആണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു വൺ സൈഡ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, കാരണം എന്റെ EMA പറയുന്നത് ഒരു മുകളിലോട്ടൊരു ചാൻസ് കിട്ടാനാണെന്ന് എന്റെ EMA, അതായത് എന്റെ സ്ട്രാറ്റജിയിൽ പറയുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു EMA ക്രോസ് ഓവർ ആയാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറൂ. പക്ഷെ ഈ ഒരു 24,000 മേലെ വന്നാലേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറാൻ വേണ്ടി പറ്റൂ. കാരണം നമുക്ക് 24,000 നല്ലൊരു ഓപ്പൺ, അതായത് OI ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് നല്ലൊരു കോൺട്രാക്ട് അവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ വൺ ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. വൺ ഡേ ടൈം ഫ്രെയിമിൽ എന്താണ് മാർക്കറ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വൺ ഡേ ടൈം ഫ്രെയിമിൽ നല്ലൊരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റ് കാണിച്ചാൽ, അതായത് ഇവിടെ വൺ ക്യാൻഡിൽ, 1 2 3 4 5 5 ക്യാൻഡലിന്റെ സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 5 ക്യാൻഡലിന്റെ സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതായത് 5 ക്യാൻഡിൽ പറയുമ്പോൾ 5 ദിവസത്തെ ക്യാൻഡലിന്റെ സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടും, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു 100 പോയിന്റ് മൂവ് നാളെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നേരെ 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ 1 അവർ ടൈം ഫ്രെയിമിലും ഇന്നത്തെ മാർക്കറ്റ് ഫുൾ സൈഡ് വേസ് ആയിരുന്നു. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മാർക്കറ്റ് എക്സ്ട്രീം ബിയറിഷിലാണ് മൂവ് ആയിക്കൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു അനാലിസിസ്, അത് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ 15 മിനിറ്റ് ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്തായാലും മാർക്കറ്റ് നാളെ 100% മാർക്കറ്റ് വന്നേ പറ്റൂ. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്താൽ, ഇന്ന് ഞാൻ ഒരു തരത്തിലുള്ള ട്രേഡും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നിട്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വരാണ്ട് പോയിട്ട് ഒരു ട്രേഡ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ലോസ് മേക്ക് ചെയ്യുന്നതിലും എത്രയോ ബെറ്റർ ആണ് നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നത്. ഓക്കെ, അതും നിങ്ങൾ വിചാരിക്കുക, എന്നും ട്രേഡ് ചെയ്യണമെന്നില്ല. എന്നും ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ലോസ് മാത്രമേ മേക്ക് ചെയ്യൂ. നമ്മൾ എത്രത്തോളം ഹൈ പ്രൊബാബിലിറ്റി ട്രേഡ് എടുക്കുന്നു അത്രത്തോളം നമ്മൾ ലോസ് കുറയാനുള്ള ചാൻസ് കൂടും. നമ്മൾ ഒരുപാട് ട്രേഡ് എടുക്കുന്നതും, അതായത് ഒരു 10 ട്രേഡ് എടുത്തിട്ട് നമ്മളൊരു 100 പോയിന്റ് ക്യാച്ച് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഒരു 5 ട്രേഡ് എടുത്തിട്ട് നമ്മളൊരു 100 പോയിന്റ് ക്യാച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ് ഹൈ പ്രൊബാബിലിറ്റി ട്രേഡ് മാത്രം എടുക്കുന്നതായിരിക്കും നമ്മളെ ലോങ് ടൈം സക്സസിന് ബെറ്റർ. ഓക്കെ, അപ്പം ആ ഒരു റീസൺ ആണ് ഞാൻ ഇന്ന് ട്രേഡ് എടുക്കാതെ. അതുപോലെ എന്റെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നിട്ടില്ല. ഓക്കെ, ടോട്ടലി മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഒരു ബിയറിഷ് സ്ട്രക്ചർ തന്നെയാണ്. പക്ഷെ ഇനി നമുക്ക് ഒരു റിവേഴ്സൽ കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, ഓൾറെഡി സെല്ല് ചെയ്തവർക്ക് നല്ലൊരു രീതിയിൽ ഫണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സപ്പോർട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറി മാർക്കറ്റ് പോയിട്ടുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ്. മേ ബി മാർക്കറ്റ്, എനിക്കൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മേ ബി മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഡൗൺ ആയി ഈ ഒരു ലെവലിലോട്ട് വന്ന് ഓൾറെഡി ഇവിടെ ഒരുപാട് ആൾക്കാർ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അപ്പം ഇവന്മാരെ SL കൂടി ഹിറ്റ് ആയിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്ന ചാൻസും വളരെ കൂടുതലാണ്. വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. സ്ട്രാറ്റജിയിൽ വന്നാൽ മാത്രം ട്രേഡ് ചെയ്യുക, ഇല്ലാതെ ഇവിടുന്ന് ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഈ ലെവൽസ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവൽ ഞാൻ പറയാം, 23,850, 23,880. ഓക്കെ, ഇതാണ് ഈ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,166 മുതൽ 24,187. ഓക്കെ, നിങ്ങൾക്ക് 24,200 വരെ എടുക്കാം, സീനൊന്നുമില്ല. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചോ, ട്രേഡ് ചെയ്തോ ഈ ഒരു പോയിന്റിൽ. നിങ്ങൾക്ക് എന്തായാലും അതായത് വലിയ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു നല്ലൊരു അനാലിസിസ് വീഡിയോ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ജോയിൻ ചെയ്യുക. ഞാൻ എടുക്കുന്ന ട്രേഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ.